ശബരിമല മാളികപ്പുറം ക്ഷേത്രത്തിൽ തേങ്ങ ഉരുട്ടലും മഞ്ഞൾ വിതറലും പട്ടെറിയലും ആചാരമല്ല എന്ന് ഹൈക്കോടതി വിലക്കിയിട്ടും ക്ഷേത്ര പരിസരത്ത് ഈ അനാചാരങ്ങൾ നിർബാധം തുടരുന്നു. ക്ഷേത്രമുറ്റത്തെ അനാചാരങ്ങൾ തടയാനോ ഭക്തരെ ബോധവൽക്കരിക്കാനോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ശ്രമിക്കുന്നില്ല. മാളികപ്പുറത്ത് ഭക്തർ ഉരുട്ടി അലക്ഷ്യമായി ഇടുന്ന നാളികേരം കരാറുകാർ ഇപ്പോഴും ശേഖരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നവംബറിലാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വമേധയാ പരിഗണിച്ച ഹർജിയിൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് സുപ്രധാനമായ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ശബരിമലയിലെ മാളികപ്പുറത്ത് തേങ്ങ ഉരുട്ടുന്നതും ഭസ്മം വിതറുന്നതും ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിലേക്ക് തുണി എറിയുന്നതും ഭക്തർക്ക് അസൗകര്യങ്ങൾ മാത്രമേ ഉണ്ടാക്കൂ എന്നതായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. എന്നാൽ ഇത് ഘട്ടം ഘട്ടമായി നിർത്തലാക്കുമെന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ പ്രതികരണം. തന്ത്രിയുടെ കൂടി നിലപാടറിഞ്ഞ ശേഷമായിരുന്നു ഹൈക്കോടതിയുടെ ഇടപെടൽ. എന്നാൽ മാധ്യമങ്ങൾ ഇത് പല ആവർത്തി ചൂണ്ടിക്കാണിച്ചിട്ടും ദേവസ്വം ബോർഡ് ഒരു തരത്തിലുള്ള ഇടപെടലും നടത്തുന്നില്ല. നിലവിലെ മണ്ഡല തീർത്ഥാടന കാലത്തും ക്ഷേത്രത്തിന് ചുറ്റും തേങ്ങ ഉരുട്ടുന്നതിനും ഭസ്മം വിതറുന്നതിനും പട്ടെറിയുന്നതിനും യാതൊരു കുറവുമില്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് അനാചാരങ്ങളിൽ കൂടുതലും ഏർപ്പെടുന്നത്. ഇവരെ കൃത്യമായി ബോധവൽക്കരിക്കാൻ മലയാളം ഒഴികെയുള്ള ഭാഷകളിൽ കാര്യക്ഷമമായ അനൗൺസ്മെന്റുകളോ ക്ഷേത്ര പരിസരത്ത് ഇല്ല. ആചാര സംരക്ഷണത്തോടൊപ്പം കോടതി ചൂണ്ടിക്കാണിക്കുന്ന ദുരാചാരങ്ങളെ ഇല്ലാതാക്കാനുള്ള ഇടപെടലുകളും ദേവസ്വം ബോർഡ് നടത്തേണ്ടതുണ്ട്. അതിന് ഭക്തരെ കൃത്യമായ രീതിയിൽ ബോധവൽക്കരിക്കുകയും മറ്റ് ഇടപെടലുകൾ കാര്യക്ഷമമാക്കുകയുമാണ് ദേവസ്വം ബോർഡ് ചെയ്യേണ്ടത്. വേണുവിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.